ഈ ഫീൽഡിൽ ഇപ്പോൾ ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ കഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1026 150 ഗ്രാം പൊട്ടാഷ് 50 ഗ്രാം, മഗ്നീഷ്യം സൾഫേറ്റ് 50 ഗ്രാം, മോളാർ 50 ഗ്രാം, അതിൻ്റെ കൂട്ടത്തിൽ സെറാമിയിൽ ഒരു 1/4 കിലോ, അതിൻ്റെ കൂട്ടത്തിൽ റൂട്ടാൻസ ഗ്രാനുകൾ ഒരു 40 ഗ്രാം, കൺസേർട്ട് ഗ്രാനുകൾ 50 ഗ്രാം. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ചെടിയുടെ അടുത്ത്, അതായത് കിഴങ്ങിനടുത്തായിട്ട് ഇട്ടിട്ടില്ല, കിഴങ്ങിന് ഒരു 1.5 അടി തള്ളിയിട്ട് ചുറ്റുമാണ് ഇട്ടിരിക്കുന്നത്. കാരണം റൂട്ട് സോൺ നമുക്ക് ആ ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ വളവിടുമ്പം കിഴങ്ങിനുള്ളിൽ ഇടുക, കിഴങ്ങിന് പുറത്തിട്ടാൽ മതി. അപ്പോൾ ഇപ്പോൾ ഒരു ഫെർട്ടിലൈസർ അപ്ലിക്കേഷന് നമ്മൾ ഒരു കംപ്ലീറ്റ് ഒരു ന്യൂട്രിയൻ മാനേജ്മെന്റാണ് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത്. കാരണം NPK ഫെർട്ടിലൈസർ വന്നിട്ടുണ്ട്, മൈക്രോ ന്യൂട്രിയൻ വന്നിട്ടുണ്ട്, സെക്കൻഡറി ഫെർട്ടിലൈസർ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിപ്പം കൺസേർട്ട് ഗ്രാനുകൾ, റൂട്ടാൻസ ഗ്രാനുകൾ, അതായത് റൂട്ട് ഡെവലപ്മെന്റ്, അതുപോലെ നമ്മുടെ മണ്ണിൽ ചെടിക്ക് അവൈലബിൾ ആവാതിരിക്കുന്ന ന്യൂട്രിയൻസിന് എടുത്തു കൊടുക്കാനുള്ള കപ്പാസിറ്റിയുള്ള കാര്യങ്ങളോട് ചേർത്താണ് ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടെ പ്രോപ്പറായിട്ട് നമുക്ക് ഇപ്പം ചിമ്പടിച്ച് വന്നു കഴിഞ്ഞാൽ ചിമ്മിന് കുറച്ചുകൂടെ കരുത്ത് വരും. അപ്പോൾ കരുത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആയിട്ടുള്ള സെറാമിലോ പിന്നാക്കോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ വരുന്ന ഒരു ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ